ഹായ് ഗായ്സ്, നമ്മൾ കോയമ്പത്തൂർ ഫേമസ് ആയിട്ടുള്ള ആദിയോഗിയിലേക്കാണ് പോകുന്നത്. ഓൺ ദ വേ ആണ്. ആദിയോഗിനെ കുറിച്ചിട്ടില്ലേ വിശേഷങ്ങളുമായിട്ടില്ലേ ഇന്നത്തെ വ്ളോഗ് ഇതാ ആരംഭിച്ചിരിക്കുന്നു. ലെറ്റ്സ് വി ക്യാൻ സീ. അങ്ങനെ നമ്മൾ എല്ലാവരും എവിടെ എത്തിയിരിക്കുന്നു? ചായി ആരു? കോയമ്പത്തൂർ. എവിടെ കോയമ്പത്തൂർ? എവിടെ പറ. ഹലോ, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. തമിഴ്നാട്ടിലെ പ്രശസ്തമായിട്ടുള്ള ഒരു കോയമ്പത്തൂരാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ കോയമ്പത്തൂർ ചെന്നപ്പോഴാണ് അവിടെയുള്ള എല്ലാവരും, ഒരുവിധം എല്ലാ സ്ത്രീകളും തലയിൽ മുല്ലപ്പൂ ചൂടി നടക്കുന്നത് കണ്ട്. അപ്പോൾ ഞങ്ങൾക്കൊരാഗ്രഹം മുല്ലപ്പൂ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുട്ടികളും മക്കളും ഞങ്ങളെല്ലാവരും കൂടിയിട്ട് മുല്ലപ്പൂ വെച്ചിട്ടാണ് പോകുന്നത്. ഇപ്പോൾ പോകുന്നത് ചക്കരയുടെ വീട്ടിലേക്കാണ്, അതായത് കസിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അവരുടെ മാരേജ് കഴിഞ്ഞതിന് ശേഷം ജോലി ആവശ്യത്തിനായിട്ട് കോയമ്പത്തൂരാണ് അവർ സെറ്റിലായിരിക്കുന്നത്. പോകുന്ന വഴിക്ക് ഒരുപാട് നല്ല നല്ല വ്യൂസൊക്കെ കണ്ടിട്ട് ഞങ്ങളിങ്ങനെ യാത്ര തുടരുകയാണ്. അപ്പോൾ കോയമ്പത്തൂർ എത്തി. നല്ല തിരക്കിലെ സ്ഥലമാണ് കോയമ്പത്തൂർ എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ പ്രകൃതി രമണീയമായിട്ടില്ല, നല്ലൊരു കേരളത്തിനോട് അടുത്ത് നിൽക്കുന്ന അതുപോലെ പച്ചപ്പ് നിറഞ്ഞിട്ടിരിക്കുന്ന നല്ലൊരു സ്ഥലം കൂടിയാണ് കോയമ്പത്തൂർ. അപ്പോൾ ഈ തിരക്കിനിടയിൽ ഞങ്ങൾ അവളുടെ വീട്ടിലേക്കില്ല, അവൾ ഇവിടെ താമസിക്കുന്നത് ഫ്ലാറ്റിലാണ്. അപ്പോൾ ആ ഫ്ലാറ്റിലേക്കില്ല, ഒരു ഫ്ലാറ്റിലേക്ക് പോകുന്ന വഴിയാണിത്. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ആണെങ്കിൽ ഭയങ്കര തിരക്കാണ്. കോയമ്പത്തൂർ സിറ്റിനെ കുറിച്ചിട്ട് ഒരുവിധം എല്ലാവർക്കും അറിയാം. നമുക്ക് എല്ലാ സാധനങ്ങളും കിട്ടുന്ന, ഒരുപാട് പർച്ചേസിനും കാര്യത്തിനൊക്കെ ആയിട്ട് ഒരുപാട് പേര് വന്നു പോകുന്ന ഒരു ടൗണാണ് കോയമ്പത്തൂർ. അപ്പോൾ ഇവിടെ ഫില്ലറിലാണ് നമ്പർ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഫില്ലർ ബേസിലാണ് അവർ, നമ്മുടെ ബസ് സ്റ്റോപ്പിന് പകരം അവർ ഫില്ലറിലെ നമ്പറിലാണ് അവർ പോകുന്നത്. അപ്പോൾ ഞങ്ങളിതാ ചക്കരേൻ്റെ ഫ്ലാറ്റിന് മുന്നിൽ എത്തിയിട്ടുണ്ട്. അവിടെ മാമനും മാമിയും എല്ലാവരും തലേ ദിവസം 2 ദിവസം മുന്നേ തന്നെ അവരെത്തിയിട്ടുണ്ട്. ഒട്ടും പ്രതീക്ഷിക്കാതെ അല്ലേ ഞങ്ങളുടെ ഒരു വരവാണിത്. ഒട്ടും പ്ലാൻഡ് അല്ല, പക്ഷേ എന്നാലും ഞങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഹാപ്പി ആയിട്ട് ചക്കരേൻ്റെ ഫ്ലാറ്റിലേക്ക് നമുക്ക് പോകാം. കല്യാണത്തിന് ശേഷം നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഇപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഒത്തുകൂടിയത്. അതുകൊണ്ട് തന്നെ അവളെ കണ്ടിട്ട് കുറേ ദിവസമായി. അതിൻ്റെ ഹാപ്പിനെസ് എല്ലാവരുടെ മുഖത്തും ഉണ്ട്. അപ്പോൾ കാർ ഞങ്ങൾ റോഡിൽ സൈഡിൽ വെച്ചിട്ട്, ഫ്ലാറ്റിന് മുന്നിൽ വെച്ചിട്ട്, മുകളിലത്തെ നിലയിലാണ് അവരുടെ ഫ്ലാറ്റ് വരുന്നത്. അവിടേക്ക് പോയിട്ടുണ്ട്. ഈ ഫ്ലാറ്റിന് തൊട്ട് മുന്നിലായിട്ട് നല്ലൊരു കാടാണ്. പൊതുവേ ഇവിടെ ഈ ഞങ്ങൾ വന്ന വഴിയിലൊക്കെ ഏകദേശം ഇങ്ങനത്തെ ഒരു തണുത്ത കാറ്റടിക്കുന്ന നല്ല മലകളും ഒക്കെ നിറഞ്ഞിട്ടില്ല ഒരു പ്ലേസാണിത്. അപ്പോൾ ഇവിടെ മയിലൊക്കെ വരാറുണ്ടെന്ന് അവൾ പറഞ്ഞു. ഇതാണ് അവളുടെ ഭർത്താവ് റീതുലും ചക്കരയും ഞങ്ങൾക്ക് വേണ്ടിയിട്ടില്ല കൂൾ ഡ്രിങ്ക്സൊക്കെ റെഡിയാക്കുകയാണ്. അവർ ഫുഡ് കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഏകദേശം ഒരു ഉച്ചയായിട്ടുണ്ട് ഇവിടെ എത്തുമ്പം. രാവിലെ പുറപ്പെട്ടതാണ് കോഴിക്കോട് നിന്നിട്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് നല്ല പൊറാട്ടയും ചിക്കനും ദോശ, വെള്ളയപ്പം, അങ്ങനെ കുറച്ച് ഐറ്റംസോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം ഞങ്ങളെല്ലാവരും കൂടിയിട്ട് കഴിക്കുകയാണ്. കുട്ടികളെല്ലാവരും നല്ല ഹാപ്പിയാണ്. കാരണം അവർക്ക് എവിടെ ചെന്നാലും അവരെല്ലാവരും കൂടിയിട്ട് കളിച്ച് ഒത്തൊരുമിച്ചിരിക്കും. അവർക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് കൂടണം എന്നില്ല ആഗ്രഹം. അതുപോലെ തന്നെയാണ് കുട്ടികളെ പോലെ തന്നെയാണ് ഞങ്ങൾക്കും ഇടയ്ക്കിടയ്ക്കൊന്ന് കൂടണം എന്നില്ല ആഗ്രഹമുണ്ട്. അപ്പം ഇത്തവണത്തെ യാത്ര നമ്മുടെ കോയമ്പത്തൂരിലേക്ക് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും ഒന്ന് ഫ്രീ ആയിട്ടിരിക്കുകയാണ്. ആമി രഞ്ജുവേട്ടൻ്റെ മടിയിലിരുന്നിട്ട് ഉറങ്ങുന്നുണ്ട്. ഉറങ്ങല്ല, ജസ്റ്റ് ഒന്ന് കിടക്കുകയാണ്. യാത്ര ഒരുപാടുള്ളത് കൊണ്ട് തന്നെ നല്ലതായിട്ട് എല്ലാവരും ഒന്ന് ക്ഷീണിച്ചിട്ടുണ്ട്. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചൊന്ന് ഫ്രീ ആയിട്ട് നമ്മൾ ഫ്രഷ് ആയതിന് ശേഷം ഇനിയിപ്പം എവിടേക്കാണ് പോകാമെന്നില്ല ഒരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. അപ്പം ജസ്റ്റ് ഒന്ന് ഫ്രഷായി ഒന്ന് കുറച്ച് നേരം കിടന്നതിന് ശേഷം നമുക്ക് ആദിയോഗിയിൽ പോകാമെന്നില്ല പ്ലാൻ ഇട്ടു. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നീ പറയൂ, എവിടേക്ക് പോകുന്നതെന്ന് പറയൂ. ഹായ് ഗായ്സ്, നമ്മൾ കോയമ്പത്തൂർ ഫേമസ് ആയിട്ടുള്ള ആദിയോഗിയിലേക്കാണ് പോകുന്നത്. ഓൺ ദ വേ ആണ്. ആദിയോഗിനെ കുറിച്ചിട്ടില്ലേ വിശേഷങ്ങളുമായിട്ടില്ലേ ഇന്നത്തെ വ്ളോഗ് ഇതാ ആരംഭിച്ചിരിക്കുന്നു. ലെറ്റ്സ് വി ക്യാൻ സീ. അപ്പം ഞങ്ങളുടെ പ്ലാൻ ബി പ്രശസ്തമായ ഇഷ യോഗ കോയമ്പത്തൂർ ആദിയോഗിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ചുറ്റും നല്ല കാടായിട്ടില്ല, അതിമനോഹരമായിട്ടില്ല, നമ്മുടെ മൈൻഡ് സെറ്റൊക്കെ നന്നായിട്ട് കൂളാവുന്ന ഒരു എന്താ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഫീല് തരുന്ന ആദിയോഗിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അവരുടെ ചക്കരയുടെ വീട്ടിൽ നിന്ന് ഏകദേശം 25 മിനിറ്റ്, ഒരു അരമണിക്കൂറിനുള്ളിൽ ആദിയോഗിയിലെത്തും.
നമ്മളിപ്പം ആദിയോഗിൻ്റെ കാർ പാർക്കിങ്ങിലേക്ക് എത്തുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് കുറച്ച് കാട് പ്രദേശം കണ്ട് അവിടെ മയിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അവിടെ വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ട് കുട്ടികൾക്ക് മയിലൊക്കെ കാണിച്ചു കൊടുത്ത് നല്ല പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള അടിപൊളി പ്ലേസാണ് കേട്ടോ. അപ്പോൾ ആദിയോഗി നദ അത് ദൂരെ കാർ പാർക്കിങ്ങിലേക്ക് പോകുന്ന ആ വഴി നമ്മൾക്ക് ആ മലേൻ്റെ അടുത്താണ് എത്തേണ്ടത്. ചുറ്റും നല്ല കാടായിട്ടില്ല, നല്ല കൂളായിട്ടില്ല ഒരു സ്ഥലമാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആദിയോഗിയിൽ പോകാൻ ഏറ്റവും നല്ലൊരു സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകിട്ടാണ്. ഉച്ചയ്ക്കൊക്കെ പോവുകയാണെങ്കിൽ നല്ല വെയിലാണ്. വെയിലായതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ ഒരു കുടയൊക്കെ കരുതുന്നത് നന്നായിരിക്കും. ഇനി വെയിലായാലും മഴയായാലും കുട കരുതുന്നത് നന്നായിരിക്കും. ഉച്ചയ്ക്ക് പോകുന്നതിനേക്കാൾ ഏറ്റവും നല്ലൊരു ആംബിയൻസ് കിട്ടുക നമുക്ക് ഈവനിങ്ങിൽ പോകുന്നതായിരിക്കും. അതാണെങ്കിൽ നമുക്ക് അവിടെയുള്ള ലേസർ ഷോയും നൈറ്റിൽ കാണുന്ന ലേസർ ഷോയും കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യുന്നതിന് 20 രൂപ പേ ചെയ്യണം. അത് വണ്ടി പാർക്ക് ചെയ്ത് ഏകദേശം ഒരു 500 മീറ്റർ നമ്മൾ നടക്കണം ആദിയോഗീൻ്റെ സ്റ്റാച്ചുവിൻ്റെ അടുത്തേക്ക്. ദൂരെ നിന്ന് കാർ പാർക്കിംഗ് തന്നെ നമുക്ക് ആദിയോഗീനെ കാണാം. അപ്പം ഞങ്ങൾ വണ്ടിയൊക്കെ നിർത്തിയതിന് ശേഷം ആദിയോഗിയിലേക്ക് നമ്മൾ ശിവൻ്റെ സ്റ്റാച്ചുവിൻ്റെ അടുത്തേക്ക് നടക്കുകയാണ്. ഇവിടെ നിന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ വണ്ടർ അടിച്ചു പോകുന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭൂരിഭാഗം ചെറുപ്പക്കാരും ഈ ഒരു ഇഷ ഫൗണ്ടേഷന് നമ്മളെ ഈ ആദിയോഗിക്ക് ചുറ്റും നടക്കുന്നത് പ്രാർത്ഥിച്ചു കൊണ്ടാണ്. ഏകദേശം ഒരു 20-30 വയസ്സിലെ ആൾക്കാരാണ് ഇങ്ങനെ സന്യാസ രൂപത്തിൽ അവിടെ ഇങ്ങനെ നടക്കുന്നത്. ഞാൻ അധികം കണ്ടിട്ടില്ല ഇത്. 500 ടൺ ഭാരമുള്ള ഈ ഒരു ശിവഭഗവാന്റെ സ്റ്റാച്ചു നിർമ്മിക്കാൻ ഏതാണ്ട് 8 മാസം എടുത്തു എന്നാണ് കണക്ക്. ശിവഭഗവാന്റെ ഈ ഒരു സ്റ്റാച്ചു ജസ്റ്റിന് തൊട്ട് മുകളിലായിട്ട് ബെസ്റ്റ് ഭാഗത്ത് തൊട്ടിട്ടുള്ള ഒരു ശില്പമായതുകൊണ്ട് തന്നെ ഇതിന് അർദ്ധകായ പ്രതിമ എന്നാണ് പറയുന്നത്. ബെസ്റ്റ് മുതലാണ് ഈ ഒരു പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത്. 2017 ഫെബ്രുവരി മോദി ഇനോഗ്രേറ്റ് ചെയ്തതാണ് ഈ ഒരു നമ്മുടെ സ്റ്റാച്ചു. ഏകദേശം 35 മീറ്റർ ഹൈറ്റും 45 മീറ്റർ വിഡ്ത്തുമാണ് ഈ ഒരു സ്റ്റാച്ചുവിന് ഉള്ളത്. ഇത് ഡിസൈൻ ചെയ്തത് ഇഷ ഫൗണ്ടേഷൻ്റെ ഫൗണ്ടറായ സദ്ഗുരു എന്നറിയപ്പെടുന്ന നമ്മുടെ ജഗ്ഗി വാസുദേവ എന്ന അദ്ദേഹമാണ്. പിന്നെ ഒരുപാട് കാഴ്ചകളൊക്കെ ഇവിടെ കാണാനുണ്ട്. നല്ല കൂളിംഗാണ്, നമ്മുടെ മൈൻഡൊക്കെ നല്ല ക്ലിയർ ആവുന്ന ഒരു അടിപൊളി പ്ലേസാണ്. ഞങ്ങൾ കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം വൈകിട്ട് ഏകദേശം മഴയൊക്കെ വരുന്നത് കണ്ടിട്ട് ലേസർ ഷോ കാണാൻ ഞങ്ങൾ നിന്നില്ല. അപ്പോഴേക്കും ഞങ്ങൾ കുറേ നേരം ഇവിടെ ഇരുന്ന് ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചു. ഒട്ടും നമുക്ക് ഈ ഒരു സമയത്ത് ഒരു 6 മണി ആ ഒരു സമയത്ത് ഇവിടെ നിന്ന് പോകാനേ തോന്നില്ല. പക്ഷേ എന്നാലും ഞങ്ങൾക്ക് തൽക്കാലം നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടത് കൊണ്ട് തിരിച്ചു പോവാണ്. രാത്രി ഞങ്ങൾ കോയമ്പത്തൂർ വിട്ടതിന് ശേഷം കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു പോവാണ്. ഹാപ്പി ആയിട്ടുള്ള ഒരു യാത്രയാണ്. നമ്മുടെ ജീവിതത്തിൽ ഓരോ യാത്രയും നമുക്ക് മെമ്മറബിളാണ്. അതുപോലെ തന്നെ ഒരുപാട് യാത്രകൾ പോകാനുള്ള ഒരു ആംബിയൻസ് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥപൂർവ്വം ആഗ്രഹിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും നമുക്ക് നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവരും സേഫായിട്ടിരിക്കാൻ ഓർക്കുക. അപ്പം നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. ഫുഡൊക്കെ കഴിച്ച് നമ്മൾ യാത്ര തുടരുകയാണ്. ഓക്കെ, ബൈ, താങ്ക് യു. എല്ലാവരും സേഫായിട്ടിരിക്കാൻ ഓർക്കുക.